ജീവോൽപത്തി. പ്രപഞ്ചം എന്ന പ്രവർത്തനം പൂർണ്ണാൽ പൂർണ്ണമാണ്. കാരണം പൂർണ്ണതകളുടെ നിരവധികളെ ഉൾക്കൊള്ളുന്ന പ്രവർത്തനം സമ്പൂർണവും അതുകൊണ്ട് തന്നെ പൂർണ്ണാൽ പൂർണ്ണവുമാണ്. സമ്പൂർണം എന്നത് മറ്റൊന്നിനെ യാതൊന്നിനായും ആശ്രയിക്കാത്തതും അറിയപ്പെടുന്ന സകലതും അതിൽ ആശ്രയം കൊള്ളുന്നു എന്ന സ്ഥിതിയുമായി കാണാനാവുമ്പോൾ പ്രപഞ്ചത്തെ സമ്പൂർണമെന്നേ പറയാനാവൂ. സമ്പൂർണമായ പ്രവർത്തനത്തെ ആലങ്കാരികമായും താത്വികമായും ദൈവത്തിന്റെ പ്രവർത്തനം എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാൻ കഴിയുക? ഇപ്രകാരം കാണാനാവുമ്പോൾ ദൈവം എന്ന ശക്തിവിശേഷം പ്രപഞ്ചം എന്ന രൂപത്തിലൂടെ പ്രവർത്തനക്ഷമമാകുന്നു എന്ന് വിചാരിക്കാൻ എളുപ്പമായി തീരുന്നു. പ്രപഞ്ചം എന്ന ശരീരം പേറി പ്രവർത്തിക്കുന്ന നാം ദൈവം എന്ന് വിളിക്കുന്ന ആ ശക്തിവിശേഷത്തിന്റെ അംശമായല്ലാതെ നിലനിൽപ്പുകൾ യാതൊന്നും സംഭവിക്കുന്നില്ല എന്നത് വ്യക്തതയോടെ ഭാവന ചെയ്യാൻ കഴിയുന്നതാണ്. അനാദിയിൽ രൂപമേതുമില്ലാതെ കേവലമായ സങ്കല്പാവസ്ഥയിൽ നിലകൊള്ളുകയും പിന്നീട് രൂപം പ്രാപിച്ചപ്പോൾ എവിടെയും എന്തിലും നിറഞ്ഞു നിൽക്കുന്ന ഊർജം എന്ന ഭാവത്തിൽ ശാസ്ത്രവും ആ ശക്തിവിശേഷത്തെ തിരിച്ചറിയുന്നു. ദൈവം എന്നതായി നാം വിവരിക്കുന്ന കാരണശക്തിയുടെ അടിസ്ഥാന ഗുണങ്ങൾ പ്രപഞ്ചത്തിലുള്ള ഓരോ ജ്യോതിർരൂപത്തിലും ആ രൂപം സംഭവിക്കുന്നതിന് കാരണമായിരിക്കുന്ന കേന്ദ്രീകൃത ശേഷിക്ക് ആനുപാതികമായി നിക്ഷിപ്തമായിരിക്കുകയും ചെയ്യുന്നു. നാം ജീവികളുടെ ശരീരം തനതായ നിലനിൽപ്പുള്ള കോടാനുകോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നുവെങ്കിലും ഓരോ കോശത്തിലും അടിസ്ഥാനപരമായ ഗുണങ്ങൾ എല്ലാം തന്നെ നിക്ഷിപ്തമായിരിക്കുന്നതുപോലെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഗുണങ്ങൾ ഓരോ ജ്യോതിർഗോളത്തിലും സൂക്ഷ്മമായി നിറഞ്ഞിരിക്കുക തന്നെ ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാം. ജ്യോതിർരൂപങ്ങളിൽ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളും കോശങ്ങളിൽ ജീവശരീരത്തിന്റെ പൊതുഗുണവും നിക്ഷിപ്തമായിരിക്കുന്നുവെങ്കിലും പ്രവർത്തനതരമായി എല്ലാ കോശങ്ങളും ഒരേ ഫലത്തെ ജനിപ്പിക്കുന്നില്ലെന്നാണ് കാണാനാവുന്നത്. ഇത്തരത്തിൽ നിരീക്ഷിച്ചാൽ ലഭിക്കുന്ന വ്യക്തത പ്രാപഞ്ചികമായ സകലതും ഉൾക്കൊണ്ടു നിൽക്കുന്ന അടിസ്ഥാന ഗുണം ആകർഷണശക്തി മാത്രമാണ് എന്നാണ്. സകല ജ്യോതിർരൂപങ്ങളിലും നിലനിൽപ്പിന്റെ ആധാരമായ ആകർഷണ ശക്തി വ്യക്തമാണെങ്കിലും പ്രകാശം തുടങ്ങി മറ്റെന്തിലും സമാനതകൾ കാണാനാവുന്നു എന്ന് പറയാനില്ല. എന്നിരുന്നാലും ഒരേ നിലവാരത്തിൽ ശേഷിയാർജിച്ച് നിൽക്കുന്ന പ്രവർത്തന രൂപങ്ങൾക്കെല്ലാം സമാനതകൾ കാണാനുമാവുന്നു. സ്വയം പ്രകാശത്തെ ജനിപ്പിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണ്ട് സമാനമായ കേന്ദ്രീകൃത ആകർഷണ ശേഷി ആർജിച്ചു നിൽക്കുന്നതു നിമിത്തം ഒരേ വർഗം തന്നെ എന്ന വ്യക്തതയാണ് തരുന്നത്. സൗരയൂഥത്തിലും പുറത്തുമുള്ള സ്വയമായി പ്രകാശത്തെ ജനിപ്പിക്കാൻ ശേഷിയില്ലാത്തതും എന്നാൽ തൊട്ടടുത്തുള്ള നക്ഷത്രത്തെ ആശ്രയിച്ച് നിലനിന്ന് പ്രവർത്തിക്കുന്നതുമായ ആകർഷണ കേന്ദ്രങ്ങളെ ഗ്രഹങ്ങൾ എന്ന നിലനിൽപ്പുകളായി നാം മനുഷ്യർ തിരിച്ചറിയുന്നു. പ്രാപഞ്ചികമായ അടിസ്ഥാന ഗുണം ആർജിച്ചു നിൽക്കുന്നുവെങ്കിലും ആകർഷണശേഷി പിന്നെയും കുറഞ്ഞ കേന്ദ്രീകരണങ്ങൾ ഗ്രഹങ്ങളെ ആശ്രയിക്കുന്ന ചന്ദ്രന്മാരായി നിലനിൽക്കുന്നതിന് മാത്രം കഴിയുന്നവ ആയിത്തീരുന്നു. ഇപ്രകാരം വലുതും ചെറുതുമായ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിച്ച് സകല നിലനിൽപ്പുകൾക്കും പ്രവർത്തനങ്ങൾക്കും കാരണമായിരിക്കുന്നത് ആകർഷണ ശക്തി എന്ന് ബോധ്യപ്പെടുന്ന സ്ഥിതിക്ക് ജീവൻ എന്നതും അടിസ്ഥാനപരമായി ആകർഷണ ശക്തിയുടെ പരിണതിയാണെന്ന് വിചാരിക്കുന്നതിലേക്ക് നയിക്കുന്നു. വിചാരത്തിന്റെ ഈ തലത്തിലൂടെ യാത്ര ചെയ്ത് വൈവിധ്യങ്ങളുള്ള ജ്യോതിർഗോളങ്ങൾ എന്ന നിലനിൽപ്പുകളുടെ സംയുക്താവസ്ഥയെ പ്രപഞ്ചം എന്ന് കാണുന്നത് പോലെ ഭൂമിയിലെ ജീവവർഗങ്ങളെ ഒന്നാകെ പ്രപഞ്ചം എന്ന ശേഷിയുടെ ജീവതരമായ പ്രതീകാത്മക അവതരണമായി കാണാനുമാവുന്നു.
വ്യത്യസ്തങ്ങളായി പരസ്പര ബന്ധമില്ലാതെ നിലകൊള്ളുന്ന ജ്യോതിർഗോളങ്ങളെ ഒരൊറ്റ നിലനിൽപ്പായല്ലാതെ കാഴ്ചയുടെ ഉന്നത ശേഷിയിൽ നിന്നുകൊണ്ട് പരിഗണിക്കാൻ ആവുകയില്ലല്ലോ. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ജ്യോതിർഗോളങ്ങളെ പ്രവർത്തന പൂർണ്ണത എന്ന നിലയിൽ ഒരൊറ്റ ഒന്ന് എന്ന് പരിഗണിക്കാനാവാതെ വരുന്ന പക്ഷം ഏക പ്രപഞ്ചം എന്ന സങ്കല്പമാണ് അസാധ്യമായി തീരുന്നത്. ജ്ഞാനികളായ ഭാരതീയ ഋഷിമാർ കേവലം ജീവവർഗങ്ങളെ എന്നല്ല, സകലതിനെയും തന്നിൽ നിന്ന് അന്യമല്ലാതെ കാണുന്നതിന് പ്രാപ്തമായ മനസ്സിന്റെ ഉടമകളും ആയിരുന്നു. യാതൊന്നും തന്നിൽ നിന്ന് അന്യമല്ലെന്നുള്ള ഋഷിമാരുടെ വിചാരം അന്തിമമായി നമ്മെ കൊണ്ടെത്തിക്കുന്നത് നാം എന്ത് കാണുന്നുവോ, എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ, തനിക്കറിയാൻ വയ്യാത്തതും പ്രത്യക്ഷമായി ബന്ധമുണ്ടെന്ന് ബോധ്യപ്പെടാത്തതുമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും താത്വികമായി തന്റെ ഭാഗം തന്നെ എന്ന വിചാരത്തിലേക്കാണ്. തന്നിൽ നിന്ന് അന്യമല്ലാതെ സകലതും കാണുന്നത് വഴി നാം പ്രപഞ്ച ഗുണവിശേഷങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതും കാരണമായിരിക്കുന്ന ദൈവത്തിന്റെ അംശവും സാധ്യത പോലെ പ്രപഞ്ചത്തോളവും ദൈവത്തോളവും ആകാൻ സാധിക്കുന്നതും എന്ന വിദൂരമായ ധാരണ ലഭിക്കുന്നതിന് കഴിവുള്ളവരും ആയിത്തീരുന്നു. മനുഷ്യ ശരീരം എങ്ങനെയാണോ അതുപോലെയാണ് പ്രപഞ്ച ശരീരം. മനുഷ്യ മനസ്സ് എങ്ങനെയാണോ അതുപോലെയാണ് പ്രപഞ്ച മനസ്സ്. അണുരൂപം എങ്ങനെയാണോ അതുപോലെയാണ് പ്രപഞ്ചരൂപം. സകലത്തിലും സകലതുമായി വ്യാപരിച്ചു നിൽക്കുന്നു എന്ന വിചാരത്തിലൂടെ താൻ തന്നെ കാരണമായ ബ്രഹ്മം എന്ന ബോധവൈകല്യത്തിലേക്കും നാം പ്രവേശിച്ചുവെന്ന ദുരന്തവും സംഭവിക്കുകയുണ്ടായി. സത്യം തേടി കാരണം തേടിപ്പോയ ഭാരതീയ ചിന്ത ചിലപ്പോഴെങ്കിലും ഇത്തരത്തിൽ വഴിപിഴച്ചും പോയിട്ടുണ്ടെന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്നിട്ടും നാം ഭൂമിയിൽ ജീവനുകളായി ഉൽപ്പത്തിയായതിന്റെ വഴികൾ വിവരിക്കുന്നതിന് കഴിഞ്ഞില്ല എന്നത് ജീവൻ ഉൾക്കൊള്ളുന്ന അതീവ സങ്കീർണതയെയും മൂല്യത്തെയും ബോധ്യപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവിലേക്കാണ് നയിക്കുന്നത്. കാരണത്തോളം എത്തുന്നതിന് കഴിയുന്നവരാണ് നാം ജീവനുകൾ എന്ന് അടിസ്ഥാനപരമായി അറിയുന്നതിലൂടെ വാസ്തവത്തിൽ ജീവന്റെ അമൂല്യതയും ജീവിതത്തിന്റെ അർത്ഥവും നിർണയിക്കുന്നതിന് ജീവൻ പ്രാപ്തമാകുന്നുവെന്ന് മനസ്സിലാക്കാം. വിചാരപരമായി അത്യുന്നത മൂല്യം പുലർത്തുന്നതാണ് തന്നിൽ നിന്ന് അന്യമല്ലാതെ സകലതിനെയും കാണുക എന്ന മനോനില. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇനി നമുക്ക് തുറന്നു കാണേണ്ടത് ഭൂമിയിൽ നാം ജീവനുകൾ ഉത്ഭവിക്കാൻ കാരണമായ സംഗതി എന്തെന്നും പരിണാമതരമായി വികസിച്ച് ജീവൻ പ്രപഞ്ചത്തെ കാരണതരമായി ഉൾക്കൊള്ളുന്നത് എങ്ങനെ എന്നുമാണ്.